കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 1 മുതൽ 10 വരെ പഠിച്ചില്ലേ? ഇന്ന് നമുക്ക് KCS ആക്ടിലെ സെക്ഷൻ 11 മുതൽ 21 വരെ നോക്കാം. സെക്ഷൻ 11 ചേഞ്ച് ലയബിലിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഏത് സെക്ഷനാണ് പഠിച്ചത്? സെക്ഷൻ 10 ചേഞ്ച് നെയിം. നെയിം ചേഞ്ച് ചെയ്യണമെങ്കിലും ലയബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ബൈലോ അമെൻഡ് ചെയ്യണം. സോ സെക്ഷൻ 12 പ്രൊസീജിയർ ഫോർ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ. സെക്ഷൻ 13 വെൻ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്. ഇടയിൽ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 13 സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് 14, 14A, 14A. നോക്കാം. സെക്ഷൻ 14 അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, മെർജർ ഓഫ് സൊസൈറ്റീസ്. അപ്പൊ 14A എന്താ? ജില്ലാ ബാങ്കിന്റെ അസറ്റും ലയബിലിറ്റിയും കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് സെക്ഷൻ 14A അനുസരിച്ച്. KCS ആക്ടിന്റെ സെക്ഷൻ 14A പ്രകാരം പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്ഷൻ 14B എന്താ? പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാ സബ്സെക്ഷനുകളും പഠിക്കണമെന്നില്ല, പക്ഷെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എപ്പോഴും സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന സബ്സെക്ഷനുകൾ നോക്കണം. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൈൻ കേസസ്. ആ സർട്ടൈൻ കേസ് എന്നുള്ളത് ഓർത്തു വെക്കണം. കാരണം എന്താ? സെക്ഷൻ 74 പറയുന്നതും ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷൻ 74 പറയുന്നത് വൈൻഡിംഗ് അപ്പിന് ശേഷം എങ്ങനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷെ 15 പറയുന്നതോ നമ്മൾ സെക്ഷൻ 14 പ്രകാരം സൊസൈറ്റികളെ അമാൽഗമേഷനോ ഡിവിഷനോ അല്ലെങ്കിൽ മെർജറോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റിയോ നടക്കുമ്പോ ആ സമയത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ക്യാൻസലേഷൻ ആണ് സെക്ഷൻ 15. സെക്ഷൻ 16 ഹൂ മേ ബിക്കം മെമ്പർ. സെക്ഷൻ 17 എക്സ്പൾഷൻ ഓഫ് മെമ്പർ. സെക്ഷൻ 18 നോമിനൽ ഓഫ് അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 19 ഒരു മെമ്പർ ആവണമെങ്കിൽ അടയ്ക്കാനുള്ള തുകയെല്ലാം അടയ്ക്കണം. അതായത് മെമ്പർ ഡു നോട്ട് എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെന്റ്സ് ആർ പെയ്ഡ്. ഏത് സെക്ഷനിലാ പറയുന്നത്? സെക്ഷൻ 19. സെക്ഷൻ 19B റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. ഒരു മെമ്പർ എന്ന നിലയിൽ സംഘത്തിൽ നിന്ന് ഒരു മെമ്പർക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും. സെക്ഷൻ 20 വോട്ടിംഗ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോപ്പറേറ്റീവ് മേഖലയിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലെ ഡെമോക്രസി സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ഡെമോക്രസി നിലനിർത്തുന്നത് ഏത് പ്രിൻസിപ്പിൾ കൊണ്ടാണ്? 1 man 1 vote അപ്ലിക്കബിൾ ആയതുകൊണ്ടാണ്. ഈ 1 man 1 vote കുറിച്ച് ഏത് സെക്ഷനിലാണ് മെൻഷൻ ചെയ്യുന്നത്? KCS ആക്ടിന്റെ സെക്ഷൻ 20 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. അതായത് വോട്ട് ചെയ്യാൻ നേരിട്ട് ചെല്ലാൻ. 10 അല്ല 11 സെക്ഷൻ പഠിച്ചില്ലേ?